കിനാനൂർ കരിന്തളം കാളാമൂലയിലാണ് മഹാശിലായുഗ ശേഷിപ്പുകൾ കണ്ടെത്തിയത്. പ്രാദേശിക പുരാവസ്തു നിരീക്ഷകനായ സതീശൻ കാളിയാനം നാട്ടുകാരുടെ സഹായത്തോടെ നടത്തിയ പരിശോധനയിലാണ് സ്വകാര്യ വ്യക്തികളുടെ പറമ്പിൽ പുരാതന ഗുഹകൾ കണ്ടെത്തിയത്. വലിയ ഒരു ചെങ്കല്ലറയും 7 ചെറിയ ചെങ്കല്ലറകളുമാണ് പ്രദേശത്തുള്ളത്. 1/2 കിലോമീറ്റർ ചുറ്റളവിലാണ് 8 ചെങ്കല്ലറകൾ കണ്ടെത്തിയത്. ചെങ്കല്ലറയുടെ മുകൾ ഭാഗത്ത് അരികുകളിൽ വൃത്താകൃതിയിൽ 15 കാൽക്കുഴികളുണ്ടെന്ന പ്രത്യേകതയുണ്ട്. 20 ചതുരശ്ര അടി വിസ്തൃതിയിൽ വൃത്താകൃതിയിലാണ് 10ലധികം കാൽക്കുഴികളുള്ളത്. മഹാശിലാ കാലഘട്ടത്തിലെ ചെങ്കല്ലറകൾക്ക് മുകളിൽ മധ്യഭാഗത്തായി കാണാറുള്ള ദ്വാരവും കല്ലുകൊണ്ടുള്ള അടപ്പും ഇതിന് കണ്ടെത്താനായില്ല. പ്രദേശം മഹാശില സംസ്കാരഘട്ടത്തിലെ പ്രധാന കേന്ദ്രമായിരുന്നുവെന്നതിന്റെ തെളിവാണിതെന്ന് കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ചരിത്രാധ്യാപകനായ ഡോക്ടർ നന്ദകുമാർ കോറോത്ത് പറഞ്ഞു. കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ കാളാമൂല എന്ന സ്ഥലത്താണ് നിരവധി ചെങ്കല്ലറകൾ കണ്ടെത്തിയിട്ടുള്ളത്. മഹാശിലാ സ്മാരക കാലഘട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിർമ്മിതികളാണ് ഇവയെല്ലാം തന്നെ. മൊത്തത്തിൽ 8 ചെങ്കല്ലറകളാണ് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി സാധിച്ചത്. ഇതിലൊരു ചെങ്കല്ലറ വളരെ വലിപ്പം കൂടിയ ചെങ്കല്ലറയാണ്. സാധാരണ കാണുന്ന വ്യത്യസ്തമായിട്ട് വളരെ അധികം വിസ്താരമുള്ളൊരു ചെങ്കല്ലറയാണ് ഈ കാളാമൂലയിൽ ഉള്ള ഒന്നാമത്തെ ചെങ്കല്ലറ. അപ്പോൾ ഇതിലൂടെ ഈ ഒരു പ്രദേശം പ്രാചീനകാലത്ത് നിരവധി ആൾക്കാർ താമസിക്കുന്നൊരു പ്രദേശമായിരുന്നു എന്ന് കരുതാൻ വേണ്ടി സാധിക്കും. അതിലുപരിയായിട്ട് ഈ ഇവിടുത്തെ ഒരു ചെങ്കല്ലറയുടെ പ്രത്യേകതയാണ് ചെങ്കല്ലറയ്ക്ക് മുകളിലായിട്ട് കൽക്കുഴികൾ കാണപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ വലിയ മരങ്ങളും മറ്റും ഇട്ടിട്ട് അതിന് മുകളിൽ കർമ്മങ്ങൾ ചെയ്യാനോ മറ്റോ ആയിരിക്കാം ഒരു കൽക്കുഴികൾ ഇതിന് മുകളിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ളത്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ നിന്ന് കണ്ടെത്തിയതിൽ ഏറ്റവും വലിപ്പം കൂടിയ ചെങ്കല്ലറയാണ് കാളാമൂലയിലേത്. കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഇതുവരെ മഹാശിലാ സ്മാരകങ്ങളായ 100ലധികം ചെങ്കല്ലറകൾ കണ്ടെടുത്തിട്ടുണ്ട്. കൈരളി ന്യൂസ്, കാസർഗോഡ്.